തിന്നാൻ കഴിഞ്ഞ ഇങ്ങനെ അണ്ടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഇന്ന് ഈദ് ദിനാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് ദിന ആശംസകൾ. ആൻഡ് ഞങ്ങൾ പള്ളിക്ക് പോകാൻ റെഡി ആയിരിക്കുക. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിക്ക് പോകാൻ റെഡി ആയിരിക്കുക. സമയം ഇപ്പോൾ 7:45 8 മണിക്കാണ് ഇവിടെ നിസ്കാരം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് പള്ളിയിലോട്ട് പോകണം. ആൻഡ് പള്ളിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ റെഡി ആയി കഴിഞ്ഞ് എല്ലാ ദിവസവും പള്ളിയിലെത്തുമ്പോൾ ലേറ്റാണ്. ഇപ്രാവശ്യം അങ്ങനെ ആവരുതെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റ് കുളിച്ച് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓക്കെ ഫുഡ് കഴിക്കാം നമുക്കൊക്കെ. ഉമ്മ ഉച്ചക്കത്തെ ബിരിയാണി കാര്യങ്ങളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെരുന്നാളിൻ്റെ വക. അതിനിപ്പോൾ രാവിലത്തേക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ രാവിലെ തന്നെ നല്ല കൽത്തപ്പുണ്ട്. രാവിലെ കഴിക്കാൻ കൽത്തപ്പുണ്ട്, പിന്നെ പത്തലുണ്ട്. ആൻഡ് നമുക്ക് വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസ് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തലയോട്ടിക്കറി ഉണ്ട്, ആട്ടിൻ്റെ തലയോട്ടിക്കറി രാവിലെ തന്നെ സെറ്റ് സാധനം. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ബിരിയാണി റെഡി ആയില്ല. അതിൻ്റെ മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാം, പള്ളിക്ക് പോകാണ്ട്. അങ്ങനെ അവസാനം ഷൂ ഒക്കെ ഇട്ട് റെഡിയായി പള്ളിയിലേക്ക് പോവാം. അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് പള്ളീൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോവാണ്. ഇനിയിപ്പോൾ നേരെ അപ്പുറത്തുള്ള 2-3 വീട്ടിലേക്കൊക്കെ കയറാനുണ്ട്. ഇത് ആദ്യത്തെ വീടാണ് ഈ പോകുന്നുള്ളത്. ഇവിടുത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ കാണുന്നുണ്ടല്ലോ, ഓരോരുത്തർ കുത്തി വാരുന്നുണ്ട്. മെയിനായിട്ട് സിനാനാണ് അതൊക്കെ അടിച്ച കടി. നീ ഞങ്ങൾക്ക് ഗൈസ് അങ്ങനെ ഉച്ചയോട് കൂടി നാട്ടിലെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ ഏകദേശം ഒരു 20-25 പേരൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ എല്ലാ വീട്ടിലേക്കും പോകുമല്ലോ. അങ്ങനെ എല്ലാ വീട്ടിലേക്കൊക്കെ പോയി നാട്ടിലുള്ള മൊത്തം. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 1-2 മണിയോടെ വീട്ടിലേക്ക് എത്തി. ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വേറെ ഫുള്ളാണ്. പിന്നെ ഉമ്മയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചത്. അങ്ങനെ അവിടെ കഴിക്കാൻ ഇപ്പോൾ ഉള്ളത് ബിരിയാണിയാണ് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കണം. ആൻഡ് വൺ തിങ് ഗൈസ്, എന്താ വെച്ചാൽ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ ഏകദേശം ഞാൻ വോയിസ് ഓവർ ചെയ്താണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ മൊബൈൽ എടുത്ത് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. സോ ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്ത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്, അല്ലെങ്കിലേ മിസ്റ്റേക്ക് കൂടുതലാണ് എൻ്റെ ഭാഗത്തു നിന്ന്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ പൊരലിരിക്കേ നമ്മളെ 2-3 ചങ്ങായിമാർ വന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് പോലെ നമുക്ക് പോലെ തമീം വന്ന് ഡ്രസ് നോക്കുതാ കയ്യിൽ ഡ്രസ് നോക്കിയേ നിന്റെ വേറും കാട്ടിച്ചോണ്ട് അയച്ച നമുക്കിപ്പോ പോവാ വണ്ടിയിൽ കയറുവാ വേറാ അതിന് പോകുന്നാ ഇനി വരുന്നില്ലേ? വീട് ഒരുത്തനെ നോക്കല്ല, ചങ്ങായിന്റെ പൊരക്ക് വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഒരു തുന്നല്? അല്ല ഷാബു ഒന്ന് തുന്നല് നോക്കല്ലേ? എന്തൊരു ഒരു മര്യാദ ഉണ്ട് നിങ്ങൾക്കല്ലോ. ഇരുന്നല്ലോ എന്ത് കബഡി നേരത്തോ എന്തല്ലോ നീ ഒന്ന് ഉരുളെന്ത് ചെല്ല് ഈ വരുന്നില്ല എന്ത് 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 ആ ചെല്ല് ചെല്ല് എന്ത് ചെല്ല ചെല്ല ചെല്ല് ആ ചെല്ലു ചെല്ലു ഇവിടെ ഒരുത്തരം നോക്കാൻ എന്ത് കബഡി നിരത്തുകയാണ്. എന്തിനാ എന്തിനാ നീ ചെല്ല ഇവിടെ ഒരുത്തരം നോക്കല്ല. നിനക്ക് എങ്ങനെ തുന്നാൻ കഴിയുന്നത് അതും വന്നിട്ട് ഞാൻ ഇരുന്നിന് ഒരു മര്യാദ ഉണ്ട്.
സ്വന്തം പരങ്ങള് വേറെ നീ ചെല്ലി സ്വന്തം പരങ്ങ വേറെ വിഷയോ ഇത് ആരാര പേർക്ക് വന്നിട്ട് ഇതാ മര്യാദ നിന്റെ ഫ്ലോറയുടെ നോക്ക് ഓനുള്ളയുടെ നോക്ക് ഒരു മര്യാദ വേണ്ടത് നിങ്ങക്ക് അണ്ടിച്ചത് ഞാൻ ഇഫക്ട് കൊടുക്കണം അണ്ടിച്ചെന്റെ താഴെ അപ്പോൾ എടുക്കത്ര ഓൻ ചെല്ലണ്ട ഓനെന്താ റെഡി ഇരിക്കുന്നേ മറ്റേ ഇത് ഡോർ മൂടല്ല ചോന്ന് കുറച്ചേരം ചിരിച്ച് കുറച്ചേരം അണി റോസിനാനി കാലുടി പിടി കാല് പിടിച്ചോ ആ പൊരുത്തം കൊടുത്തോ ഒരു മര്യാദയൊക്കെ വേണ്ടതാ നമ്മളെ ചങ്ങായിമാരെല്ലാം ഉണ്ടതാ ഒരേ ഇറങ്ങി പിന്നെ നമ്മളെ ചങ്ങായിമാരെ കിട്ടി ഇതൊക്കെ നമ്മളെ പിള്ളമാര് ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുരക്കെത്തി ഇന്നത്തെ ദിവസത്തെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം നല്ല രാത്രി വരെ തിരക്കന്നെ അപ്പോൾ തിരക്ക് വെച്ചാലേ അമ്മ ഇങ്ങനെ ചങ്ങായിമാരിങ്ങനെ പോകും അതാണ് ചിലപ്പോൾ അങ്ങനെയുള്ളതാണ് അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം വീട്ടിലെത്തി കിടക്കാന്ന് വിചാരിക്കുന്ന സമയത്തുണ്ട് ഒരു ഫോണ് എടാ നമുക്കൊരു ട്രിപ്പ് പോയാലോ ഞാനത് കയറി അങ്ങ് ഒത്തു അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങും എങ്ങോട്ട് മടിക്കരി ഒരു 6 ആൾക്കാരുണ്ട് 6 ആൾക്കാരെ ഞങ്ങൾ ഇന്നപ്പോൾ ഇന്ന് രാത്രി ഇറങ്ങും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വ്ളോഗിലുണ്ടാവും ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ സി യു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയായി നാളെ കാണാം